ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് സെയിൽ വീഡിയോ തന്നെയാണ്. കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അതുപോലെ ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. ദയവ് ചെയ്താലും കോൾ ചെയ്യരുത്, മെസ്സേജ് അയക്കാനേ പാടുള്ളൂ. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് നിങ്ങൾക്ക് അയയ്ക്കുക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്ത് 10 ദിവസങ്ങൾക്കുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയയ്ക്കുക. പ്ലാന്റ് അയച്ച ശേഷം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ആഫ്രിക്കൻ ചെമ്പരത്തിയുടെ യെല്ലോയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. എല്ലാ പ്ലാന്റ്സിലും മുട്ടുകളുണ്ട്. ഇതുപോലെ പൂക്കളായിട്ടുണ്ടാവണമെന്നില്ല. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 90 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് വരിക നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നമ്മൾ സാധാരണയായിട്ട് മെഡിസിനൽ പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് നന്ദ്യാർ വട്ടം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മെഡിനില്ല പ്ലാന്റ് ആണ്. മെഡിനില്ലയുടെ ഫ്ലവറോട് കൂടിയ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മെഡിനില്ല പ്ലാന്റ്സിൻ്റെ പൂക്കളൊക്കെ ഒരുപാട് ദിവസം കൊഴിയാതെ നിൽക്കുന്നതാണ്. കളർ ചേഞ്ച് ചെയ്ത് നല്ല ഭംഗിക്ക് മുന്തിരിക്കൊല പോലെ നിൽക്കുന്ന പൂക്കളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 120 രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. ചെറിയ സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക കാശാവ് അല്ലെങ്കിൽ കായാമ്പൂ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. നല്ല നീല നിറത്തിൽ വിരിയുന്ന പൂക്കളാണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന പ്ലാന്റ് ആണ്. ചൈനാഡോളാണിത്. നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ചൈനാഡോള്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഗന്ധരാജൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് വലുപ്പമൊന്നും വെക്കാതെ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും മുട്ടുകൾ ഉണ്ടാവില്ല, എങ്കിലും ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. പേര് പോലെ തന്നെ അസാധ്യ സുഗന്ധമുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഗന്ധരാജൻ. ഇതിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അതുപോലെ ഗന്ധരാജൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റും നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. വേരിഗേറ്റഡ് നല്ല ഭംഗിയാണ് ചെടി കാണാനും. അതുപോലെ തന്നെ പൂക്കൾ രണ്ടിലും സെയിം തന്നെയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വേരിഗേറ്റഡിലും ഹൈബ്രിഡ് വെറൈറ്റിയിലും വരിക. വേരിഗേറ്റഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക അശോകമാണ്. അശോകത്തിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അശോകത്തിൻ്റെ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. നമുക്ക് ആർച്ചിലൊക്കെ ഭംഗിയായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയതാണ്. ഈ ഒരു പ്ലാന്റിനും 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഗോൾഡൻ ഡാലിയ അല്ലെങ്കിൽ ബോംബെ ഡാലിയ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണിത്. ഗോൾഡൻ ഡാലിയയുടെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഡാലിയ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 120 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് തോൺലെസ് യൂഫോർബിയ ആണ്. അല്പം പോലും മുള്ളില്ലാത്ത നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു യൂഫോർബിയ വെറൈറ്റിയാണ്. ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ചെറിയ പൂക്കളാണ്, പക്ഷെ നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഒരു ടെക്കോമ വെറൈറ്റി ആണ്. ഈ ഒരു ഡബിൾ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുക. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് വിങ്കയുടെ ഈ ഒരു കളറാണ് നമുക്ക് സെയിലിനുള്ളത്. ബർഗണ്ടി കളറാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരിക ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ചൈനീസ് പെർഫ്യൂം പേര് പോലെ തന്നെ അസാധ്യ സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ, കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 100 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ജെട്രോഫ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ജെട്രോഫയുടെ പൂക്കൾ ദാ ഈ കാണുന്നതാണ്. നല്ല റെഡ് കളറിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ജെട്രോഫ. ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക കേഷ്യ സഫ്ലോറയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ജാപ്പോണിക്ക പ്ലാന്റ് ആണ്. ഇതുപോലെ വെള്ള നിറത്തിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ജാപ്പോണിക്ക. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ജാപ്പോണിക്ക പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് ജാപ്പോണിക്ക പ്ലാന്റ്സിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ദാ ഈ കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ആലപ്പുഴ മുല്ലയാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. 70 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ യെല്ലോ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. ബാക്കി കളേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. 100 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇന്ന് നമുക്ക് അധികവും ക്രീപ്പർ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ യെല്ലോ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ട് അധികവും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് വരിക. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന, സീസണൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ബിഗോണിയ വൈൻ ആണ്. ബിഗോണിയ വൈൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഒരു പൈപ്പർ വെറൈറ്റി ആണ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് പൈപ്പർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന പോലെ സിൽവറും അതുപോലെ ഒരു പിങ്ക് കളറോടെ ഒക്കെ ചേർന്ന് ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് സെയിലിനുള്ളത്. അത്യാവശ്യം ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. വീണ്ടും പറയുന്നു, DTDC വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയയ്ക്കുക. അതുപോലെ നിങ്ങൾ പ്ലാന്റ്സിനെ കുറിച്ചും നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തുടർന്നും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ അധികം പ്ലാന്റ്സ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക, പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.